ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളൊക്കെ ആയിട്ടാണ് ഇട്ടെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുവെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തളമീനുണ്ട് കേട്ടോ. തളമീൻ പച്ച തളമീനാണ്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ അമരയ്ക്ക ഉപ്പേരി വെക്കണം. പിന്നെ അതാക്കുന്നത് നമുക്ക് പരിപ്പും എന്താ പറയുക പടലങ്ങയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടൊരു കറിയും കൂടി വേണം. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഊണൊന്ന് കുശാലാവും കേട്ടോ. നമ്മളെ ചോറൊക്കെ ഇവിടെ ഇതാക്കണം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കിടന്നിട്ട് ആവട്ടെ. അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ടുള്ള പരിപ്പുണ്ട്. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കുക്കറിലാണ് കറി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മളെ കറി നല്ല സൂപ്പറാക്കിയിട്ട് തന്നെ കിട്ടും. അതിനോട് കൂടി തന്നെ ഞാൻ നമ്മളെ പടലങ്ങയും തക്കാളിയും പച്ചമുളകും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുക്കണം. മാത്രമല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവ് നമ്മളെ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് തന്നെ ഈ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണ്ട. കറിയൊക്കെ ആയിട്ടൊന്ന് നോക്കിയാൽ മതി. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഒരു പച്ചമുളക് ഉണ്ട്, അത് മതി. അപ്പം ഞാൻ ഇതൊന്ന് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. സ്റ്റൗവിൽ 2 വിസിലാണ്ട് വെച്ചാൽ മതി. അപ്പോൾ കുക്കറിൽ നമ്മൾ സ്റ്റൗവിൽ വെക്കുകയാണ്. അടുപ്പൊക്കെ കത്തിച്ച് കൊടുക്കുക. ഒരു 2 വിസിലാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ കറിയൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ മീൻ വറ്റിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇഞ്ചി ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കുക്കറൊക്കെ അവിടെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിസിലും കൂടി ആയി കഴിഞ്ഞിട്ട് നമുക്കത് ഓഫാക്കി വയ്ക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ പച്ചക്കുരുമുളകൊക്കെ ഇട്ട് അരച്ചിട്ടുള്ള കറിയാണെങ്കിൽ കേട്ടോ തിളച്ച്. അപ്പോൾ അതില്ലാത്ത കാരണം നമ്മൾ എന്താ ചെയ്യണത്, 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാകണം 1 സ്പൂണ് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഒന്നങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് വാളംപുളി പിഴിഞ്ഞത് ഇട്ട് കൊടുക്കാം. വറ്റിക്കാണതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളമൊന്നും വേണ്ട. 2 വിസിലായി കുക്കർ നമ്മൾ ഓഫാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കുന്നു പുളി പിഴിഞ്ഞ വെള്ളം കൂടി അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഉപ്പേരി ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ഒന്ന് കുത്തിച്ചതച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പയറിൽ അല്ലെങ്കിൽ ബീൻസിൽ അമരയിലൊക്കെ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രഷ് ചെയ്തിട്ടുള്ള കുറച്ച് ഉണക്കമുളകാണ്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇതിൽ ഇട്ട് കൊടുക്കണില്ല, ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ പെരുകിയൊക്കെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതാക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നത് മൂത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അമരയ്ക്ക ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉപ്പേരിയിൽ കഴുകിയതിന് ശേഷം അരിഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും വെള്ളത്തിൻ്റെ ഒരു അംശമില്ല കേട്ടോ, ഡ്രൈ ആയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. ഇനി ഇടയ്ക്ക് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഉപ്പേരി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നെ നമ്മളെ മീൻകറീൻ്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മീൻകറി ഒക്കെ നല്ല പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫായി കഴിഞ്ഞാൽ നമ്മൾ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഒന്നുകൊണ്ട് തൊട്ട് കൂട്ടാനും കൂടി രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ മീൻ കൊണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തളമീൻ പറ്റിച്ചത്. ഇപ്പോൾ നമ്മളെ ഉപ്പേരിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കി നോക്കാം. കറിയൊക്കെ നല്ല വെന്തിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുകിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ ഇത് തേങ്ങ അരച്ചിട്ട് വെക്കാം കേട്ടോ. തേങ്ങ അരച്ചിട്ടും നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇങ്ങനെയും കഴിക്കാം. ചോറുണ്ണാൻ പറ്റിയൊരു കറി തന്നെയാണ് കേട്ടോ. പരിപ്പ്, പടലങ്ങ, തക്കാളി ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടാൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ ചൂട് സമയത്ത് എനിക്ക് ഇങ്ങനത്തെ കറികളോടാണ് കേട്ടോ ഇഷ്ടം. ഉപ്പിട്ട് വറവിടുക അല്ലെങ്കിൽ താളിക്കുക അങ്ങനത്തെ കറീനോടൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് തേങ്ങ അരയ്ക്കാഞ്ഞത്. തേങ്ങ അരച്ച കറീനോട് വലിയൊരു ഇഷ്ടമില്ല. അപ്പോൾ അതുപോലത്തെ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമീനും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ഇന്നിപ്പോൾ എന്തായാലും ഉണക്കമീനിൻ്റെ പച്ചമീനുള്ളൂ. ചോറ് എളുപ്പത്താണ് ഇട്ടത്, വെന്തിട്ടില്ല. കുറുവരിയാണ്. അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും വേവില്ല. അപ്പോൾ അതാക്കുമ്പോൾ അടക്കിടുന്നത് വേവട്ടെ. കറികളൊക്കെ കണ്ടല്ലോ. കുക്കിങ്ങും സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, മുന്തിരി കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതാ കുക്കർക്ക് നമ്മളെ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരി എപ്പോഴും പിന്നെ വേവിച്ചതിന് ശേഷം ജ്യൂസ് അടിക്കാൻ കേട്ടോ ടേസ്റ്റ് കൂടുതലാവുക. അപ്പോൾ കുക്കറാകുമ്പോൾ ഒറ്റ വിസിലോടെ തന്നെ മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ കിട്ടും. പിന്നെ പരിപാടി എളുപ്പമുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുണ്ട് വേവിക്കണം കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടാവുന്ന സമയത്ത് ചോറൊന്നും വല്ലാതെ പോകില്ല. എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്യൽ. പെട്ടെന്ന് കിടക്കട്ടെ ഒരു ജ്യൂസ് അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെക്കാം. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നിട്ട് സെറ്റ് ആക്കിയാൽ മതി കുടിക്കാൻ സമയത്ത്. ഇത് പൈന മാത്രമൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാക്കാം. നമ്മൾ ചോറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് കൊണ്ടുണ്ട് കൂട്ടാം. കുക്കറൊക്കെ വിസിൽ വന്നിട്ടുണ്ട്. ഇത് ഓഫാക്കി വെക്കട്ടോ. മുന്തിരിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ടാവും. വെള്ളമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വെച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ ചെറിയ പാത്രത്തിലേക്ക്
ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് എഴുതാൻ ആക്കാം. സമയം കൊണ്ട് നമുക്ക് നമ്മളെ എന്തും വീതമൊക്കെ ഉണ്ട് ക്ലിയറാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ കുക്കിങ്ങും കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ മുന്തിരി ഒന്ന് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കുക്കറിലെ മുന്തിരി പഞ്ചസാരയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മളെ മിക്സീൻ്റെ വലിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മുന്തിരിയൊക്കെ നല്ല രീതിയിൽ തന്നെ തണുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുരുല്ലാത്ത മുന്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുക കുരുല്ലാത്ത മുന്തിരിനേറെ ഇങ്ങനെ ചെയ്യാൻ നല്ലത് കുരുള്ള നമ്മളെ ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ അത് തന്നെയാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി പുളിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒരു പുളിപ്പൊന്നുമില്ല. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് നല്ല മധുരത്തോട് കൂടി കഴിക്കുക എന്നുള്ള ഞാവൽപ്പഴത്തിൻ്റെ ഷേപ്പോട് കൂടിയിട്ടുള്ള കറാച്ചി മുന്തിരി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാനൊരു ജോർജറ്റിൻ്റെ തുണിയാണ് കേട്ടോ, ഷാളിൻ്റെ ഒരു പീസാണ്. സാധാരണ നമ്മൾ അരിക്കുമല്ലോ തേങ്ങാപ്പാൽ പിഴിയാനും അതിനൊക്കെ നമ്മൾ അരിപ്പ് ഉപയോഗിക്കുമല്ലോ. ഞാൻ അതിന് പകരം ഇങ്ങനെ തുണിയാണ് ഇട്ട് ഉപയോഗിക്കൽ. എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടം. ജോലി ചെയ്യുമ്പോൾ ഒന്ന് നന്നായിട്ട് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതന്നെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടുകാലത്ത് മുന്തിരിയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കൊണ്ടു. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.